വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസ്സുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 5th സെമസ്റ്റർ ഫാർമകോഗ്നസി ആൻഡ് ഫൈറ്റോ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ യൂട്ടിലൈസേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഇൻ ബയോജെനറ്റിക് സ്റ്റഡീസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഐസോട്ടോപ്സ്? ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്. അതിന് സെയിം ആറ്റോമിക് നമ്പർ ആയിരിക്കും, അതായത് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ ഡിഫറെൻറ്റ് ആറ്റോമിക് മാസസ് ആണ്, അതായത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് ആറ്റോമിക് മാസസും ഉള്ള സെയിം എലമെൻറ്റിലെ ആറ്റത്തിനെയാണ് ഐസോടോപ്സ് എന്ന് പറയുക. ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം, ടോപ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് എന്നാണ് അർത്ഥം. അപ്പോൾ ഐസോടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ സെയിം പ്ലേസിൽ ഒക്യുപ്പൈ ചെയ്യുന്നത് എന്നാണ് അർത്ഥം. ഒക്യുപ്പൈ ദ സെയിം പ്ലേസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. എക്സാമ്പിൾസ് ആണ് കാർബൺ ഐസോടോപ്സ് ആണ് C12, C13, C14. ഹൈഡ്രജൻ ഐസോടോപ്സ് ആണ് H1, H2, H3. H1 എന്ന് പറഞ്ഞാൽ പ്രോട്ടിയം, H2 എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീരിയം, H3 എന്ന് പറഞ്ഞാൽ ട്രീഷ്യം. ടൈപ്സ് ഓഫ് ഐസോടോപ്സ്. ഐസോടോപ്സ് രണ്ട് ടൈപ്സ് ആണുള്ളത്. സ്റ്റേബിൾ ഐസോടോപ്സും ഉണ്ട്, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഉണ്ട്. സ്റ്റേബിൾ ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ നോൺ റേഡിയോ ആക്റ്റീവ് ആണ്. എക്സാമ്പിൾ ആണ് C12, C13, H2. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ന്യൂക്ലിയ ആയിരിക്കും, അത് റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആണ് C14, H3, P32. യൂട്ടിലൈസേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഇൻ ബയോജെനറ്റിക് സ്റ്റഡീസ്. ഈ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് എന്ന് പറയുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ ഒക്കെ ബയോസിന്തസിസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യും? ട്രേസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ ബയോസിന്തസിസിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മോളിക്യൂൾസിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഒരു സിന്തസിസിൻ്റെ പാത്ത് വേനെ ട്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ്. അപ്പോൾ അതെന്ത് ചെയ്യും? മോളിക്യൂൾസിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് സിന്തസിസിൻ്റെ ആ ഒരു പാത്ത് വേനെ ട്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് ആണ് ഒന്ന് പാത്വേ എലൂസിഡേഷൻ. എക്സാമ്പിൾ C14 ലേബിൾഡ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോലൈസിസിനെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. TCA സൈക്കിളിനെയും അമിനോ ആസിഡ് ബയോസിന്തസിസിനെയും ട്രേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. C14 അസറ്റേറ്റ് ആണെങ്കിൽ അസറ്റേറ്റ് മെലോണേറ്റ് പാത്വേനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഫാറ്റി ആസിഡിലും പോളികീറ്റൈഡ് സിന്തസിസിനൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് C14 അസറ്റേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പാത്വേ എലൂസിഡേഷൻ, ഫസ്റ്റ് ആപ്ലിക്കേഷനാണ്. അടുത്തത് ഷിക്കിമിക് ആസിഡ് പാത്വേ സ്റ്റഡീസ്. ഷിക്കിമിക് ആസിഡ് പാത്വേ സ്റ്റഡീസിൽ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് C14 അല്ലെങ്കിൽ H3 ലേബിൾഡ് ഷിക്കിമിക് ആസിഡ് അല്ലെങ്കിൽ ഫിനൈലലാനിൻ ആണെങ്കിൽ ആരോമാറ്റിക് അമിനോ ആസിഡ്സിൻ്റെയും ഫിനോളിക് കോമ്പൗണ്ട്സിൻ്റെയൊക്കെ സിന്തസിസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. പിന്നുള്ളതാണ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ സ്റ്റഡീസ്. P32 ഉണ്ട്, അത് DNA അല്ലെങ്കിൽ RNA സിന്തസിസിനെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. H3 ലൂസിൻ ആണെങ്കിൽ പ്രോട്ടീൻ ബയോസിന്തസിസിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അടുത്ത ആപ്ലിക്കേഷനാണ് ടേൺ ഓവർ ആൻഡ് മെറ്റാബോളിക് ഫ്ലക്സ്. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ലിപ്പിഡ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെയൊക്കെ മെറ്റാബോളിക് ടേൺ ഓവർ റേറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രഗ് മെറ്റാബോളിസം സ്റ്റഡീസിൽ ഹെൽപ്പ് ചെയ്യും. ആനിമൽസിലും പ്ലാന്റ്സിലൊക്കെ ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ ബയോ ട്രാൻസ്ഫോർമേഷൻ പാത്വേസ് അറിയാൻ വേണ്ടിയിട്ട് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സിനെ തന്നെ നമ്മൾ റേഡിയോ ഐസോടോപ്സ് എന്നും പറയും. ഇത് അൺസ്റ്റേബിൾ ഐസോടോപ്സ് ആണ് ഓഫ് എലമെൻറ്റ് ദാറ്റ് ഡീകേ സ്പോണ്ടന്യൂസ്ലി വിത്ത് എമിഷൻ ഓഫ് റേഡിയേഷൻ. റേഡിയേഷൻ എമിറ്റ് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഡീകേ ചെയ്യുന്ന അൺസ്റ്റേബിൾ ഐസോടോപ്സിനെയാണ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് എന്ന് പറയുക. ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് എമിറ്റഡ്. ഏതൊക്കെ ടൈപ്പ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാം? ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ റേഡിയേഷൻസ് ഉണ്ട്. എക്സാമ്പിൾ ആണ് H3 ട്രീഷ്യം, C14, S35, I131. ഇതൊക്കെയാണ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സിന് എക്സാമ്പിൾ. ആപ്ലിക്കേഷൻസ് ഇൻ ബയോളജിക്കൽ സ്റ്റഡീസ്. ബയോളജിക്കൽ സ്റ്റഡീസിലുള്ള ആപ്ലിക്കേഷൻ എന്താ? കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഐസോടോപ്സ് ആണെങ്കിൽ മെറ്റബോളിക് പാത്വേ ട്രേസിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്.
സൾഫർ ആൻഡ് ഫോസ്ഫറസ് ഐസോട്ടോപ്സ് ആണെങ്കിൽ പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ ഒക്കെ സ്റ്റഡീസിൽ യൂസ് ചെയ്യും. ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണെങ്കിൽ അയോൺ ട്രാൻസ്പോർട്ട് ആൻഡ് മെറ്റാബോളിസം സ്റ്റഡീസിൽ യൂസ് ചെയ്യും. നൈട്രജൻ ഐസോട്ടോപ്സ് ആണെങ്കിൽ പ്രോട്ടീൻസ്, ആൽക്കലോയിഡ്സ്, അമിനോ ആസിഡ്സ് ഒക്കെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടും ബയോസിന്തസിസിനെ പറ്റിയിട്ട് സ്പെസിഫിക് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ അവൈലബിലിറ്റി ഉണ്ട്. അതായത് H3 ലേബിൾഡ് കോമ്പൗണ്ട്സ് ഒക്കെ ട്രേസർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വൈഡ്ലി അവൈലബിൾ ആണ്. ഇതാണ് ബയോളജിക്കൽ സ്റ്റഡീസിലുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സിൻ്റെ ആപ്ലിക്കേഷൻസ്. സ്റ്റേബിൾ ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേബിൾ ഐസോട്ടോപ്സ് നോൺ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ആണ്. അത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നില്ല. എക്സാമ്പിളാണ് H2 ഡ്യൂട്ടീരിയം, C13, N15, O18 ഒക്കെയാണ് സ്റ്റേബിൾ ഐസോട്ടോപ്സിൻ്റെ എക്സാമ്പിൾ. ഇത് ലേബിൾഡ് കോമ്പൗണ്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ടു സ്റ്റഡി പോസിബിൾ ഇൻ്റർമീഡിയറ്റ്സ് ഇൻ ബയോസിന്തറ്റിക് പാത്വേസ്. ബയോസിന്തറ്റിക് പാത്വേസിലുള്ള പോസിബിൾ ഇൻ്റർമീഡിയറ്റ്സിനെ സ്റ്റഡി ചെയ്യാൻ ലേബിൾഡ് കോമ്പൗണ്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലും അത് അപ്ലിക്കബിൾ ആണ്. വാട്ടർ ആൻഡ് സോയിൽ മാനേജ്മെൻറ്റ്, ന്യൂട്രീഷണൽ അസസ്മെൻറ്റ്, ഫോറൻസിക് സയൻസിലൊക്കെ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അനലിറ്റിക്കൽ ടെക്നിക്സ് ഫോർ ഡിറ്റക്ഷൻ ആണ് മാസ് സ്പെക്ട്രോമെട്രി, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി ഒക്കെയാണ്. റേഡിയോ ലേബിൾഡ് ട്രേസേഴ്സ് അല്ലെങ്കിൽ റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ട്സ്. എന്താണ് റേഡിയോ ലേബിൾഡ് ട്രേസേഴ്സ് അല്ലെങ്കിൽ റേഡിയോ ട്രേസേഴ്സ് എന്നൊക്കെ പറയുന്നത്? ഒരു കെമിക്കൽ കോമ്പൗണ്ടിലെ ഒന്നോ അതിൽ കൂടുതലോ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യാണ്. എന്ത് യൂസ് ചെയ്തിട്ട്? റേഡിയോ ഐസോട്ടോപ്പ് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് അതിനെ ബയോസിന്തറ്റിക് പാത്വേസിലൊക്കെ സ്റ്റഡീന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോമ്പൗണ്ടിനെയാണ് റേഡിയോ ട്രേസേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു കെമിക്കൽ കോമ്പൗണ്ടിലെ ഒന്നോ അതിൽ കൂടുതലോ ആറ്റത്തിനെ റേഡിയോ ഐസോട്ടോപ്പ് വെച്ച് റീപ്ലേസ് ചെയ്ത് അതിനെ ബയോസിന്തറ്റിക് പാത്വേസിൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആ ഒരു കോമ്പൗണ്ടിനെയാണ് റേഡിയോ ട്രേസർ എന്ന് പറയാം. റേഡിയോ ട്രേസർ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്ത് വേരിയസ് പ്രിക്കേഴ്സേഴ്സിനെയും ഇൻ്റർമീഡിയറ്റ്സിനൊക്കെ ഈ ഒരു ബയോസിന്തറ്റിക് പാത്വേയിലുള്ളത് ഒരു സ്പെസിഫിക് റേറ്റിലും ടൈമിലൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് റേഡിയോ ട്രേസർ ടെക്നിക്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ് റേഡിയോ ട്രേസർ എന്ന് നോക്കിയില്ലേ? കെമിക്കൽ കോമ്പൗണ്ടിലെ ഒന്നോ അതിൽ കൂടുതലോ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് റേഡിയോ ഐസോട്ടോപ്പ് വരും. അത് ബയോസിന്തറ്റിക് പാത്വേസിൻ്റെ സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്ന ആ ഒരു കോമ്പൗണ്ടിനെയാണ് റേഡിയോ ട്രേസർ എന്ന് പറയാം. ഈ റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് കോമ്പൗണ്ടിനെ ഇതുപോലെയുള്ള ബയോസിന്തറ്റിക് പാത്വേസിലുള്ള വേരിയസ് പ്രിക്കേഴ്സേഴ്സിനും ഇൻ്റർമീഡിയറ്റ്സിനൊക്കെ ട്രേസ് ചെയ്യാൻ സ്പെസിഫിക് റേറ്റിലും ടൈമിലും യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് റേഡിയോ ട്രേസർ ടെക്നിക്സ് എന്ന് പറയാം. അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്താ? റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു എ പ്രീസ്യൂംഡ് പ്രിക്കേഴ്സർ ആക്ട് ആസ് എ മാർക്കർ ഇൻ ബയോജനറ്റിക് സ്റ്റഡീസ് ഓഫ് പ്ലാന്റ് മെറ്റബോളൈറ്റ്സ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഒരു പ്രിസ്യൂംഡ് പ്രിക്കേഴ്സേഴ്സ് ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്യും? പ്ലാന്റ് മെറ്റബോളൈറ്റ്സിൻ്റെ ഒക്കെ ബയോജനറ്റിക് സ്റ്റഡീസിൽ ഒരു മാർക്കറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ റേഡിയോ ട്രേസർ ടെക്നിക്സിലുള്ള സ്റ്റെപ്സ് ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റേഡിയോ ഐസോട്ടോപ്പിനെ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റേഡിയോ ഐസോട്ടോപ്പിനെ സെലക്ട് ചെയ്യുക. അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഐസോട്ടോപ്പിന് ഏത് കോമ്പൗണ്ടാണോ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത് അതിൻ്റെ ടൈപ്പിനനുസരിച്ച് ഒരു റേഡിയോ ഐസോട്ടോപ്പിനെ സെലക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രിപ്പറേഷൻ ഓഫ് റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അതായത് ഐസോട്ടോപ്പിനെ പ്രിക്കേഴ്സറുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു ലേബിൾഡ് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ ഇൻ ടു ബയോളജിക്കൽ സിസ്റ്റം. ഈ റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ടിനെ പ്ലാന്റിലോട്ടോ ഓർഗാനിസത്തിലോട്ടോ അഡ്മിനിസ്റ്റർ ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് മെറ്റബോളൈറ്റ്സ് ആണ്. പ്ലാന്റ് ടിഷ്യൂസിനെ പ്രോസസ്സ് ചെയ്ത് മെറ്റബോളൈറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുക. ക്രൊമാറ്റോഗ്രഫിയോ ഇലക്ട്രോഫോറസിസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? മെറ്റബോളൈറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുക. അടുത്തത് ഡിറ്റക്ഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ. ലേബിൾഡ് ഇൻ്റർമീഡിയറ്റ്സിനെയും ഫൈനൽ മെറ്റബോളൈറ്റ്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓട്ടോ റേഡിയോഗ്രഫി, ലിക്വിഡ് സ്കിൻഡിലേഷൻ കൗണ്ടിങ്, റേഡിയോ ക്രൊമാറ്റോഗ്രഫി ഒക്കെ യൂസ് ചെയ്ത് അങ്ങനത്തെയൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്ത് അതിനെ ക്വാണ്ടിഫൈ ചെയ്യാം. ഇതാണ് ഫൈനൽ സ്റ്റെപ്പ്. അപ്പോൾ റേഡിയോ ട്രേസർ ടെക്നിക്കിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു റേഡിയോ ഐസോട്ടോപ്പിനെ സെലക്ട് ചെയ്യുക, റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ടിനെ പ്രിപ്പയർ ചെയ്യുക, ബയോളജിക്കൽ സിസ്റ്റത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, മെറ്റബോളൈറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഡിറ്റക്ട് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. ഇതാണ് മെയിനായിട്ട് റേഡിയോ ട്രേസർ ടെക്നിക്കിൽ നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്. ഇനി അതിൽ റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ടിനെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നോക്കാം.
ഒന്ന് ലേബിൾഡ് അറ്റ്മോസ്ഫിയറിൽ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യുക. ഫസ്റ്റ് മെത്തേഡാണ് ലേബിൾഡ് അറ്റ്മോസ്ഫിയറിൽ ഓർഗാനിസത്തിനെ വളർത്തുക. എക്സാമ്പിളാണ് ക്ലോറല്ല. ക്ലോറല്ല എന്ന് പറയുന്നത് ഒരു ആൽഗയാണ്. അതിന് ഈ CO2-14 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ ഗ്രോൺ ചെയ്യാനുള്ള എബിലിറ്റിയാണുള്ളത്. പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയോ ആക്റ്റീവ് CO2 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഫിക്സ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ മെറ്റബോളൈറ്റ്സ് റേഡിയോ ലേബിൾഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്ന് ലേബിൾഡ് അറ്റ്മോസ്ഫിയറിൽ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്ത് അങ്ങനെ നമുക്ക് റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ട്സിനെ പ്രിപ്പയർ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡാണ് ബൈ ന്യൂക്ലിയർ റിയാക്ടർ ഓർ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സിനെ ആർട്ടിഫിഷ്യലി ന്യൂക്ലിയർ റിയാക്ടറോ അല്ലെങ്കിൽ ആക്സിലറേറ്ററോ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഐസോടോപ്സിനെയാണ് പിന്നീട് എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടിയിട്ട് കോമ്പൗണ്ട്സിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെയാണ് ട്രീഷ്യം ലേബലിംഗ്. ട്രീഷ്യം ലേബിൾഡ് കോമ്പൗണ്ട്സ് ഒക്കെ ഇപ്പോൾ വൈഡ്ലി കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. ട്രീഷ്യം ലേബലിംഗ് എങ്ങനെ ചെയ്യാം? ഒന്ന് അക്വസ് മീഡിയത്തിലുള്ള കാറ്റലിറ്റിക് എക്സ്ചേഞ്ച് ആണ്. ഹൈഡ്രജൻ ആറ്റം, ഒരു കോമ്പൗണ്ടിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിന് H3 വെച്ചിട്ട് വാട്ടറിലുള്ള H3 വെച്ച് റീപ്ലേസ് ചെയ്യാം. അതിനുശേഷം അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിനെ ഹൈഡ്രോജനേഷൻ ചെയ്യുകയാണ്. അതായത് അൺസാച്ചുറേറ്റഡ് ബോൺഡ്സിന് ഈ H2-3 ഗ്യാസസ് യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്യുക, ട്രീഷ്യം ഇൻസേർട്ട് ചെയ്തുകൊണ്ട്. പിന്നെ ഓർഗാനിക് സിന്തസിസ് ആണ് നടക്കുക. അതായത് ഐസോടോപ്സിനെ കെമിക്കൽ സിന്തസിസ് ഓഫ് കോമ്പൗണ്ട്സിൻ്റെ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ട്സ്. ഇൻസേർഷൻ ഓഫ് റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ട്സ് ഇൻ പ്ലാന്റ്സ്. വൺസ് നമ്മളത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം? ഈ ലേബൽ ചെയ്തിട്ടുള്ള പ്രിക്കർസർ ബയോസിന്തസിസിൻ്റെ സൈറ്റിലെത്തണം. പ്ലാന്റിൽ അവിടെയാണ് ടാർഗറ്റ് മെറ്റബോളൈറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ് എന്ത് ചെയ്യണം? ഒരു ആക്റ്റീവായിട്ടുള്ള ബയോസിന്തറ്റിക് സ്റ്റേറ്റിലായിരിക്കണം എക്സ്പെരിമെൻറ്റിൻ്റെ സമയത്ത്. ഡോസ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഷോർട്ട് പീരീഡിന് മാത്രമാണ് ഡോസ് കൊടുക്കുക. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ടോക്സിസിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ലേബിൾഡ് കോമ്പൗണ്ട്സിനെ എങ്ങനെയൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പ്ലാന്റ്സ് അല്ലെങ്കിൽ ഓർഗാനിസത്തിലോട്ട് എങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഫസ്റ്റ് മെത്തേഡാണ് റൂട്ട് ഫീഡിങ്. റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ട് നമുക്ക് റൂട്ട്സ് വഴി പ്രൊവൈഡ് ചെയ്യാം. ഇത് റൂട്ടാണ് ബയോസിന്തറ്റിക് സൈറ്റ് എന്നുള്ള സമയത്ത് ടൊബാക്കോൻ്റെ കേസിലൊക്കെ ഉള്ള പോലെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് സ്റ്റെം ഫീഡിംഗ് ആണ്. സ്റ്റെം ഫീഡിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റെം വഴിയാണ് നമ്മൾ റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ടിനെ സപ്ലൈ ചെയ്യുന്നത്. കട്ട് എൻഡ് ഫീഡിംഗ് ഉണ്ട്. അതായത് സ്റ്റെമ്മിലെ ഒരു കട്ട് എൻഡ് എടുത്ത് വാട്ടറിൻ്റെയും ന്യൂട്രിയൻസ് ലേബിൾഡ് കോമ്പൗണ്ട് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്യാം. ആ കോമ്പൗണ്ട് അവിടെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതാണ് കട്ട് എൻഡ് ഫീഡിംഗ്. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഉണ്ട്. ഹോളോ സ്റ്റെംസ് അല്ലെങ്കിൽ റാപ്പിഡ് ഫ്രൂട്ട് ഗ്രോത്ത് ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണെങ്കിൽ ലേബിൾഡ് സൊല്യൂഷനെ ഡയറക്റ്റ്ലി നമുക്ക് ഇൻസൈഡിലോട്ട് എന്ത് ചെയ്യാം? ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അടുത്തത് ഇൻഫിൽട്രേഷൻ ആണ്. ലേബിൾഡ് സൊല്യൂഷനെ പ്ലാന്റ് ടിഷ്യൂസിലോട്ട് പ്രഷർ അല്ലെങ്കിൽ വാക്വം യൂസ് ചെയ്ത് പ്രഷർ ചെയ്യാം. ഇതാണ് ഇൻഫിൽട്രേഷൻ. അപ്പോൾ 5 മെത്തേഡാണ് ഈ ലേബിൾഡ് കോമ്പൗണ്ടിനെ പ്ലാന്റ്സിലോട്ടോ ഓർഗാനിസത്തിലോട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. റൂട്ട് ഫീഡിംഗ്, സ്റ്റെം ഫീഡിംഗ്, കട്ട് എൻഡ് ഫീഡിംഗ് ഉണ്ട്, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആൻഡ് ഇൻഫിൽട്രേഷൻ. ഇനി സെപ്പറേഷൻ, ഡിറ്റക്ഷൻ ആൻഡ് അസേ ഓഫ് റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ട്സ്. സെപ്പറേഷൻ അല്ലെങ്കിൽ ഐസൊലേഷൻ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഡ്രഗിൻ്റെ നേച്ചർ, ഹാർഡ് ടിഷ്യൂ ആണോ, സോഫ്റ്റ് ടിഷ്യൂ ആണോ, അൺഓർഗനൈസ്ഡ് ഡ്രഗ് ആണോ, ആൽക്കലോയിഡ് ആണോ, ഗ്ലൈക്കോസൈഡ് ആണോ, ഫ്ലവനോയിഡ് ആണോ, ഡ്രഗിൻ്റെ സോഴ്സ് പ്ലാന്റ് സോഴ്സ് ആണോ, ആനിമൽ സോഴ്സ് ആണോ, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷനെ ഡിസൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ, സോഫ്റ്റ് ടിഷ്യൂ ഡ്രഗ്സ് ആണെങ്കിൽ ഇൻഫ്യൂഷൻ അല്ലെങ്കിൽ മാസറേഷൻ യൂസ് ചെയ്യും. ഹാർഡ് ടിഷ്യൂ ഡ്രഗ്സ് ആണെങ്കിൽ ഡിക്കോക്ഷൻ അല്ലെങ്കിൽ ഹോട്ട് പെർക്കുലേഷൻ. അൺഓർഗനൈസ്ഡ് ഡ്രഗ്സ് ആണെങ്കിൽ മാസറേഷനും, ആൽക്കലോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ്, ഫ്ലവനോയിഡ്സ് ഒക്കെ ആണെങ്കിൽ സ്ലൈറ്റ്ലി പോളാർ സോൾവെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സെപ്പറേഷൻ ഓഫ് റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ട്സിലുള്ളത്. ഇനി നമുക്ക് ഓരോരോ ഡിറ്റക്ഷൻ മെത്തേഡ് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഗിഗർ മുള്ളർ കൗണ്ടർ മെത്തേഡ്. അപ്പോൾ ഗിഗർ മുള്ളർ കൗണ്ടർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു റേഡിയേഷൻ ഡിറ്റക്ഷൻ ഡിവൈസിനെ യൂസ് ചെയ്തിട്ടാണ് ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻസിനെ ഇവിടെ മെഷർ ചെയ്യുന്നത്. ഗിഗർ മുള്ളർ കൗണ്ടർ മെത്തേഡിൽ നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻസിനെ മെഷർ ചെയ്യുന്നുണ്ട്. ഒരു റേഡിയേഷൻ ഡിറ്റക്ഷൻ ഡിവൈസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ട്യൂബ് ഉണ്ടായിരിക്കും. അത് സിലിണ്ട്രിക്കലാണ്, ഇനേർട്ട് ഗ്യാസ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിളാണ് ഹീലിയം, നിയോൺ, ആർഗൺ. ലോ പ്രഷറിലായിരിക്കും ഇതിൽ ഇനേർട്ട് ഗ്യാസ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. ട്യൂബ് ഉണ്ട്, പിന്നെ ഇലക്ട്രോഡ്സ് ആണുള്ളത്. ഇലക്ട്രോഡ്സിന് ഒരു സെൻട്രൽ വയർ ആയിട്ടുള്ള ആനോഡ് ഉണ്ട്. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും.
ഔട്ടർ മെറ്റൽ സിലിണ്ടർ കാഥോഡ് ഉണ്ട്, അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അപ്പോൾ കൺസ്ട്രക്ഷനിൽ ട്യൂബ് ഉണ്ട്, അത് സിലിണ്ടറിക്കലാണ്, ഇനേർട്ട് ഗ്യാസ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോഡ്സ് ഉണ്ട്, ഇലക്ട്രോഡ്സിൽ എന്തായിരിക്കും ആനോഡ് ഉണ്ട്, പോസിറ്റീവ്ലി ചാർജ്ഡും, കാഥോഡ് ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡും. ഇതിലൊരു ഹൈ വോൾട്ടേജ് സപ്ലൈ ഉണ്ടായിരിക്കും. ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു ഇലക്ട്രോഡ്സിൻ്റെ ബിറ്റ്വീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്, അത് സ്കാലർ അല്ലെങ്കിൽ കൗണ്ടറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ട്രിക്കൽ പൾസസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഗിഗർ മുള്ളർ കൗണ്ടറിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഗിഗർ മുള്ളർ കൗണ്ടറിൻ്റെ അയണൈസേഷൻ, റേഡിയേഷൻ, മെറ്റൽ ട്യൂബ്, മീക്ക വിൻഡോ കൊടുത്തിട്ടുണ്ട്, ടു വാക്വം ഒരു ട്യൂബ് ആംപ്ലിഫയറിലോട്ടൊക്കെ ഉണ്ട്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ ഈ ട്യൂബിലോട്ട് എൻട്രി ചെയ്യും, അങ്ങനെ അത് ഗ്യാസ് മോളിക്യൂൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അവിടെ അയണൈസേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഗ്യാസ് മോളിക്യൂൾസ് പോസിറ്റീവ് അയോൺസ് ആയിട്ടും ഇലക്ട്രോൺസ് ആയിട്ടും സ്പ്ലിറ്റ് ആവും. ഇലക്ട്രോൺസ് ആനോഡിലോട്ടും പോസിറ്റീവ് അയോൺസ് കാഥോഡിലോട്ടും മൂവ് ചെയ്യും. ഈ ഒരു മൂവ്മെൻ്റ് അവിടെ കറണ്ട് പൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ അയണൈസേഷൻ ഇവൻറ്റിലും ഒരു ഇലക്ട്രോൺ പൾസാണ് കൗണ്ടർ റെക്കോർഡ് ചെയ്യുന്നത്. ദ നമ്പർ ഓഫ് പൾസസ് പെർ യൂണിറ്റ് ടൈം ഗീവ്സ് ദ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. അപ്പോൾ എത്ര നമ്പർ ഓഫ് പൾസസ് ഒരു യൂണിറ്റ് ടൈമിലുണ്ട്, അതാണ് എന്ത് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്ന് പറയണത്. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് പറഞ്ഞത്? ട്യൂബിലോട്ട് റേഡിയേഷൻ എൻട്രി ചെയ്യും, അത് ഗ്യാസ് മോളിക്യൂൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, അങ്ങനെ അയണൈസേഷൻ അവിടെ നടക്കും. ഗ്യാസ് മോളിക്യൂൾസ് പോസിറ്റീവ് അയോൺസും ഇലക്ട്രോൺസുമായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇലക്ട്രോൺസ് ആനോഡിലോട്ട് മൂവ് ചെയ്യും, പോസിറ്റീവ് അയോൺസ് കാഥോഡിലോട്ട് മൂവ് ചെയ്യും. ഈ ഒരു മൂവ്മെൻറ്റ് അവിടെ ഒരു കറണ്ട് പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ അയണൈസേഷൻ ഇവൻറ്റ് കഴിയുമ്പോഴും ഓരോ ഇലക്ട്രിക് പൾസാണ് കൗണ്ടർ റെക്കോർഡ് ചെയ്യുന്നത്. ദ നമ്പർ ഓഫ് പൾസസ് പെർ യൂണിറ്റ് ടൈം ആണ് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ തരുന്നത്. ഇതിൻ്റെ മെയിൻ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് കണ്ടാമിനേഷനെ ഡിറ്റക്ട് ചെയ്യാനും മെഷർ ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയേഷൻ ലെവൽസ് മെഷർ ചെയ്യാൻ ലബോറട്ടറീസിലും ന്യൂക്ലിയർ പ്ലാന്റ്സിലും ഹോസ്പിറ്റൽസിലൊക്കെ യൂസ് ചെയ്യും. റേഡിയോ ട്രേസർ എക്സ്പെരിമെൻറ്റ്സ് ഇൻ ബയോജനറ്റിക് സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഡോസിമെട്രി, അതായത് പോർട്ടബിൾ റേഡിയേഷൻ ഡിറ്റക്ടേഴ്സ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഗിഗർ മുള്ളർ കൗണ്ടർ മെത്തേഡിൽ വരുന്നത്. അടുത്തത് സ്കിൻഡിലേഷൻ കൗണ്ടർ അല്ലെങ്കിൽ ലിക്വിഡ് സ്കിൻഡിലേഷൻ കൗണ്ടർ എന്നും പറയും. ഈ ഒരു സ്കിൻഡിലേഷൻ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ ഡിറ്റക്ഷൻ ഡിവൈസ് ആണ്. മെയിൻലി ബീറ്റ എമിറ്റിംഗ് ഐസോടോപ്സിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് സ്കിൻഡിലേഷൻ എന്നൊരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുക. സ്കിൻഡിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമിഷൻ ഓഫ് ലൈറ്റ് വെൻ എ മെറ്റീരിയൽ ഈസ് എക്സൈറ്റഡ് ബൈ അയണൈസിങ് റേഡിയേഷൻ. ഒരു മെറ്റീരിയൽ അയണൈസിങ് റേഡിയേഷൻ വഴി എക്സൈറ്റഡ് ആവുന്ന സമയത്തുള്ള ലൈറ്റിൻ്റെ എമിഷൻ, അതിനെ സ്റ്റഡി ചെയ്യാൻ ആ ഒരു പ്രിൻസിപ്പിളിലാണ് സ്കിൻഡിലേഷൻ കൗണ്ടർ ഡിറ്റക്ഷൻ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ബീറ്റ എമിറ്റിംഗ് ഐസോടോപ്സിനാണ് മെയിൻലി ഈ ഒരു റേഡിയേഷൻ ഡിറ്റക്ഷൻ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇതിലുള്ള മെയിൻ കമ്പോണൻസ് ആണ് ഒരു സ്കിൻഡിലേറ്റർ കാണുന്നുണ്ട്. സ്കിൻഡിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ ഓർഗാനിക് അല്ലെങ്കിൽ ഇനോർഗാനിക് മെറ്റീരിയൽ ആണ്. അത് ലൈറ്റ് അല്ലെങ്കിൽ ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യുന്നുണ്ട് വെൻ സ്ട്രക്ക് ബൈ റേഡിയേഷൻ. അപ്പോൾ റേഡിയേഷൻ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന ഒരു ഓർഗാനിക് അല്ലെങ്കിൽ ഇനോർഗാനിക് മെറ്റീരിയൽ ആണ് സ്കിൻഡിലേറ്റർ. അതിന് എക്സാമ്പിളാണ് ആന്ത്രസിൻ, ഫോസ്ഫോർ, പ്ലാസ്റ്റിക് ഒക്കെ. അടുത്തത് ഒരു ലൈറ്റ് സെൻസർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. യൂഷ്വലി ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ് ആയിരിക്കും. അത് ലൈറ്റ് ഫ്ലാഷസിനെ ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ അത് ഒന്നെങ്കിൽ ഒരു മിക്സ്ചർ ഓഫ് സോൾവെൻറ്റിൽ എന്താണ് ഡിസോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി സ്കിൻഡിലേറ്റർ ഉണ്ട്, സെക്കൻഡറി സ്കിൻഡിലേറ്റർ ഉണ്ട്. അപ്പോൾ സ്കിൻഡിലേഷൻ കൗണ്ടർ ഡിറ്റക്ഷൻ ഡിവൈസിലെ മെയിൻ കമ്പോണൻസ് ആണ് സ്കിൻഡിലേറ്റർ, ലൈറ്റ് സെൻസർ, സാമ്പിൾ. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബീറ്റ പാർട്ടിക്കിൾസ്, റേഡിയേഷൻസ് ഈ ഒരു സ്കിൻഡിലേറ്റർ മെറ്റീരിയലിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും. ആ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് സ്കിൻഡിലേറ്റർ എന്ത് ചെയ്യും? ലൈറ്റ് ഫ്ലാഷസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലൈറ്റ് ഒന്നെങ്കിൽ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡിലോട്ട് എൻട്രി ചെയ്തിട്ട് അതിനെ ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പൾസസ് ആംപ്ലിഫൈ ചെയ്യുക, കൗണ്ട് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക ഇലക്ട്രോണിക്കലി. ഈ ഒരു പൾസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് റേഡിയേഷൻ്റെ എനർജീനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് റേഡിയേഷൻ വന്ന് സ്കിൻഡിലേറ്റർ മെറ്റീരിയലിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് സ്കിൻഡിലേറ്റർ ലൈറ്റ് ഫ്ലാഷസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലൈറ്റ് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡിലോട്ട് എൻട്രി ചെയ്യും, അതിനെ ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ട് കൺവേർട്ട് ആവും. ആ ഒരു പൾസസ് ആംപ്ലിഫൈ ചെയ്ത് കൗണ്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യും ഇലക്ട്രോണിക്കലി. ആ പൾസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എനർജി ഓഫ് റേഡിയേഷനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതിൻ്റെ മെയിൻ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലോ എനർജി ബീറ്റ എമിറ്റേഴ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഗിഗർ-മുല്ലർ കൗണ്ടറിന് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലോ എനർജി ബീറ്റ എമിറ്റേഴ്സിനെ ഇവിടെ മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബയോജെനറ്റിക് സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. യൂസിങ് റേഡിയോ ട്രേസേഴ്സ്. എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങിന് യൂസ് ചെയ്യും. വാട്ടർ സോയിൽ കണ്ടാമിനേഷൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ റിസർച്ചിന് യൂസ് ചെയ്യും. അതായത് റേഡിയോ ആക്റ്റീവ് ഡ്രഗ്സ്, മെറ്റാബോളിക് സ്റ്റഡീസിൻ്റെ ഒക്കെ കേസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തിലുള്ളത്, സ്കിൻഡിലേഷൻ കൗണ്ടർ ഡിറ്റക്ഷൻ ഡിവൈസിലുള്ളത്. അടുത്തതാണ് ഓട്ടോ റേഡിയോഗ്രഫി. ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ലൊക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഇൻ എ സാമ്പിൾ ബൈ ഡിറ്റക്ടിങ് റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് വിത്ത് എ ഫോട്ടോഗ്രാഫിക് എമൽഷൻ. അതായത് ഒരു എക്സ്റേ ഫിലിമൊക്കെ യൂസ് ചെയ്ത് റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിളിലുള്ളത് അതിൻ്റെ ലൊക്കേഷനെ ഡിറ്റർമിൻ ചെയ്യാനും റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സാമ്പിളിലുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സിൻ്റെ ലൊക്കേഷൻ ഡിറ്റർമിൻ ചെയ്യാനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റഡി ചെയ്യാനും. എങ്ങനെ? ബൈ ഡിറ്റക്ടിങ് ദ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് വിത്ത് എ ഫോട്ടോഗ്രാഫിക് എമൽഷൻ. എക്സ്റേ ഫിലിം യൂസ് ചെയ്ത് ഒരു റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ടിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ലൊക്കേഷൻ അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഇൻ എ സാമ്പിൾ സ്റ്റഡി ചെയ്യുന്ന ടെക്നിക്കാണ് ഓട്ടോ റേഡിയോഗ്രഫി. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it help in investigating the distribution of radioactive materials in plant objects such as histological tissues, chromatographic plates. അപ്പോൾ chromatographic platesലും histological tissue-സിലൊക്കെ ഇങ്ങനത്തെ ഒബ്ജക്ട്സിലൊക്കെയുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ റേഡിയോഗ്രഫി ഹെൽപ്പ് ചെയ്യുക. ഈ ഒരു ടെക്നിക്ക് മെയിനായിട്ട് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം അല്ലെങ്കിൽ എമൽഷനെ ഒരു അയണൈസിങ് റേഡിയേഷൻ്റെ ഡിറ്റക്ടറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് സാമ്പിളിനെ ഒരു ക്ലോസ് കോണ്ടാക്ട് വിത്ത് എമൽഷൻ ആയിട്ട് പ്ലേസ് ചെയ്യാം. ആ ഒരു എക്സ്പോഷർ പീരീഡിൻ്റെ സമയത്ത് റേഡിയേഷൻ സാമ്പിളിൽ നിന്ന് എമിറ്റ് ചെയ്തത് എമൽഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഐസോട്ടോപ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റിവീൽ ചെയ്യുന്ന തരത്തിലൊരു ഇമേജ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇതാണ് ഓട്ടോ റേഡിയോഗ്രഫി. അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾസ് സ്കിൻഡിലേറ്റർ മെറ്റീരിയലിനെ വന്ന് എന്ത് ചെയ്യും, സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഇതിലല്ല. ഓട്ടോ റേഡിയോഗ്രഫി ജസ്റ്റ് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓട്ടോ റേഡിയോഗ്രഫി അത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്. ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോട്ടോഗ്രാഫിക് എമൽഷൻ അല്ലെങ്കിൽ എക്സ്റേ ഫിലിമിൻ്റെ ഹെൽപ്പോട് കൂടി റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഒരു സാമ്പിളിലെ ലൊക്കേഷൻ അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഓട്ടോ റേഡിയോഗ്രഫി. അത്രയാണ് അതിൽ ടെക്നിക്സ് ഉള്ളത്, ഡിറ്റക്ഷൻ്റെ ടെക്നിക്സ്. അടുത്ത ഡിറ്റക്ഷൻ ആൻഡ് അസേ ഓഫ് റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് കോമ്പൗണ്ട്സ്. ഓക്കെ, ഈ ട്രേസർ ടെക്നിക്കിലുള്ള മെയിൻ ആയിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വണ്ണാണ് പ്രിക്കർസർ പ്രൊഡക്റ്റ് സീക്വൻസ്. അത് ബയോസിന്തറ്റിക് പാത്വേസിനെ എലൂസിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രിസ്യൂംഡ് പ്രിക്കർസേഴ്സ് ഓഫ് കോമ്പൗണ്ട് അണ്ടർ സ്റ്റഡി ഈസ് ഫീഡ് ഇൻ ടു ദ പ്ലാന്റ്. After a suitable incubation period, metabolite is isolated, purified and its radioactivity measured. അതായത് പ്രിക്കേഴ്സർ പ്രൊഡക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ബയോസിന്തറ്റിക് പാത്വേസിൻ്റെ എലൂസിഡേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രസ്യൂംഡ് പ്രിക്കേഴ്സേഴ്സ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിൽ നമ്മൾ അണ്ടർ സ്റ്റഡിയിലുള്ള പ്രസ്യൂംഡ് പ്രിക്കേഴ്സറിനെ പ്ലാന്റിലോട്ട് നമ്മൾ ലേബിൾഡ് ഫോമിൽ ഫീഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്യൂട്ടബിൾ ഇൻക്യുബേഷൻ പീരീഡിന് ശേഷം ആ മെറ്റബോളൈറ്റിനെ ഐസൊലേറ്റ് ചെയ്യുക, പ്യൂരിഫൈ ചെയ്യുക, റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യുക. ഇതാണ് പ്രിക്കർസർ പ്രൊഡക്റ്റ് സീക്വൻസിൽ വരുന്നത്. മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് റേഡിയോ ആക്ടിവിറ്റി ഓഫ് ഐസൊലേറ്റഡ് കോമ്പൗണ്ട് എലോൺ ഇസ് നോട്ട് കൺക്ലൂസീവ് എവിഡൻസ് ദാറ്റ് ദ കോമ്പൗണ്ട് ഫെഡ് വാസ് എ ഡയറക്റ്റ് പ്രിക്കർസർ. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ കോമ്പൗണ്ട് ഡയറക്റ്റ് പ്രിക്കർസറാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഈ ഐസൊലേറ്റഡ് കോമ്പൗണ്ട് റേഡിയോ ആക്ടിവിറ്റി മാത്രം വെച്ചിട്ട് നമുക്കിത് എവിഡൻസ് ആയിട്ട് കാണാൻ പറ്റില്ല. ലേബിൾഡ് പ്രിക്കർസർ മേ എൻറ്റർ ജനറിക് metabolic pathways leading to random distribution across many metabolites. Labeled precursors general metabolic pathways-ലോട്ട് എൻ്റർ ചെയ്ത് റാൻഡം ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫിൻ്റെ ഒക്കെ ബയോജെനിസിസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടും എർഗോടാൽഗലോയിഡ്സിൻ്റെ ബയോസിന്തസിസിൻ്റെ ഇൻവെസ്റ്റിഗേഷനും ഇത് ആപ്ലിക്കബിൾ ആണ്. അടുത്തതാണ് ഡബിൾ ആൻഡ് മൾട്ടിപ്പിൾ ലേബലിംഗ്. അതായത് മോർ ദാൻ വൺ സൈറ്റ് ഓഫ് എ കോമ്പൗണ്ട് ഈസ് ലേബിൾഡ്. ഒരു കോമ്പൗണ്ട്
കോമ്പൗണ്ട് ഒന്നിൽ കൂടുതൽ സൈറ്റ് അവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിറ്റർമിൻ ദ എക്സാക്ട് കോൺട്രിബ്യൂഷൻ ഓഫ് സ്പെസിഫിക് ആറ്റം ഇൻ ബയോസിന്തറ്റിക് പ്രോസസ്. ആ ബയോസിന്തറ്റിക് പ്രോസസ്സിൽ സ്പെസിഫിക് ആറ്റത്തിൻ്റെ എക്സാക്ട് കോൺട്രിബ്യൂഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ആൻഡ് മൾട്ടിപ്പിൾ ലേബലിംഗ് യൂസ് ചെയ്യുക. പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ് സിന്തസിസിനൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് കോമ്പറ്റിറ്റീവ് ഫീഡിങ്. കോമ്പറ്റിറ്റീവ് ഫീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബയോജെനിസിസിൻ്റെ സമയത്തുള്ള പോസിബിൾ ഇൻ്റർമീഡിയറ്റ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പറ്റിറ്റീവ് ഫീഡിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ബയോസിന്തറ്റിക് പാത്വേയിലുള്ള 2 ഇൻ്റർമീഡിയറ്റ്സിൻ്റെ റിലേറ്റീവ് പൊസിഷൻ അത് ക്ലാരിഫൈ ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരുന്നത് പ്രൊപ്പിലിൻ ആൽക്കലോയിഡ്സിൻ്റെ ബയോജെനിസിസിൻ്റെ എലൂസിഡേഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് സീക്വൻഷ്യൽ അനാലിസിസ് ആണ്. സീക്വൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 CO2 അറ്റ്മോസ്ഫിയറിൽ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുക. സ്പെസിഫിക് ടൈം ഇൻ്റർവെല്ലിന് പ്ലാന്റ് മെറ്റീരിയലിന് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആ കോമ്പൗണ്ട്സ് ലേബൽ ആവുന്ന ഒരു സീക്വൻസിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് സീക്വൻഷ്യൽ അനാലിസിസ്. സീക്വൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് സീക്വൻഷ്യൽ അനാലിസിസ്. പ്ലാന്റിന് ഒരു 14 CO2 അറ്റ്മോസ്ഫിയറിൽ ഗ്രോൺ ചെയ്ത് സ്പെസിഫിക് ടൈം ഇൻ്റർവെല്ലിൽ പ്ലാന്റ് മെറ്റീരിയലിനെ അനലൈസ് ചെയ്യുക. എന്താണ് അവിടെ അനലൈസ് ചെയ്യേണ്ടത്? ആ കോമ്പൗണ്ട് ലേബിൾഡ് ആവുന്ന ഒരു സീക്വൻസിനെയാണ് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസിൽ കാർബണിൻ്റെ റോൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എലൂസിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓപ്പിയം ആൽക്കലോയിഡ്സ്, ഹെംലോക്ക് ആൽക്കലോയിഡ്സ്, ടൊബാക്കോ ആൽക്കലോയിഡ്സിൻ്റെ ഒക്കെ സീക്വൻഷ്യൽ ഫോർമേഷനെ ഡിറ്റർമിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡിറ്റക്ഷൻ ആൻഡ് അസേ ഓഫ് റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് കോമ്പൗണ്ട്സിൽ ട്രേസർ ടെക്നിക്സിലുള്ള മെത്തേഡ്സ്, പ്രിക്കേഴ്സർ, പ്രൊഡക്റ്റ് സീക്വൻസ് ഉണ്ട്, ഡബിൾ ആൻഡ് മൾട്ടിപ്പിൾ ലേബലിംഗ്, കോമ്പറ്റിറ്റീവ് ഫീഡിംഗ്, സീക്വൻഷ്യൽ അനാലിസിസ്. അടുത്തത് ട്രേസർ ടെക്നിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ട്രേസർ ടെക്നിക്സ് എന്തിനൊക്കെ യൂസ് ചെയ്യുക? സ്റ്റിറോൾ ആൻഡ് ടെർപീനോഡ് സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ C14 അല്ലെങ്കിൽ H3 ലേബിൾഡ് മെവലോണിക് ആസിഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സൈക്ലൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 4-മീഥൈൽ സ്റ്റെറോൾസും 4,4-ഡൈമീഥൈൽ സ്റ്റെറോൾസൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് C14 അസറ്റേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരും. പിന്നെ ക്ലോറോപ്ലാസ്റ്റിലുള്ള ടെർപീനോഡ് ബയോസിന്തസിസിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് 2 to 14C മെവലണേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫീനൽ പ്രൊപ്പനോഡ് പാത്വേയിൽ യൂസ് ചെയ്യും. സിനമിക് ആസിഡ് ഫോർമേഷനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ കൗമാരിൻ പാത്വേ. അത് ലേബിൾഡ് കൗമാരിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കബിൾ ആവുന്നത്. ന്യൂക്ലിക് ആസിഡ് സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അമിനോ ആസിഡിൻ്റെ സ്റ്റഡീസിൽ യൂസ് ചെയ്യും. മിനറൽ അപ്ടേക്ക് സ്റ്റഡീസിലും ഫോസ്ഫറസ് അപ്ടേക്കിൻ്റെ സ്റ്റഡീസിൽ യൂസ് ചെയ്യും. റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഫസ്റ്റ് ഇൻ റൂട്ട്സ് ഓർ ലോവർ പാർട്സ് ദെൻ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് ഷോയിങ് മൂവ്മെൻറ്റ് പാറ്റേൺ. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്തത് റൂട്ട്സിലും ലോവർ പാർട്സിലുമാണ്, പിന്നീട് ബ്രാഞ്ചസിലും ലീവ്സിലും. അങ്ങനെയാണ് ആ ഒരു മൂവ്മെൻറ്റ് പാറ്റേൺ അവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് ട്രേസർ ടെക്നിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് യൂട്ടിലൈസേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഇൻ ബയോജനറ്റിക് സ്റ്റഡീസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നോക്കിയത്? എന്താണ് ഐസോട്ടോപ്സ്, ടൈപ്സ് ഓഫ് ഐസോട്ടോപ്സ്, പിന്നെ യൂട്ടിലൈസേഷനെ പറ്റിയിട്ടുള്ളത് പറഞ്ഞു, ആപ്ലിക്കേഷൻസ്, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ്, റേഡിയോ ലേബിൾഡ് ട്രേസേഴ്സ് പറഞ്ഞു, ട്രേസർ ടെക്നിക്സിലുള്ള സ്റ്റെപ്സും, റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ, റേഡിയോ ലേബിൾഡ് കോമ്പൗണ്ട്സിൻ്റെ ഇൻസേർഷൻ, പ്ലാന്റ് അല്ലെങ്കിൽ ഓർഗാനിസത്തിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട്, ഗിഗർ മുല്ലർ കൗണ്ടർ മെത്തേഡ്, ഡിറ്റക്ഷൻ ഡിവൈസസ് ആയിട്ടുള്ള ഗിഗർ മുല്ലർ കൗണ്ടർ മെത്തേഡ്, സ്കിൻഡിലേഷൻ കൗണ്ടർ മെത്തേഡ്, ഓട്ടോ റേഡിയോഗ്രാഫി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രേസർ ടെക്നിക്സിലുള്ള മെത്തേഡ്സ് ആയിട്ട് പ്രിക്കേഴ്സർ, പ്രൊഡക്റ്റ് സീക്വൻസ്, ഡബിൾ ആൻഡ് മൾട്ടിപ്പിൾ ലേബലിംഗ്, കോമ്പറ്റേറ്റീവ് ഫീഡിംഗ്, സീക്വൻഷ്യൽ അനാലിസിസ് ഡിസ്കസ് ചെയ്തു. ട്രേസർ ടെക്നിക്സിലുള്ള വേരിയസ് ആപ്ലിക്കേഷൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.